നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഈ ആഗോള അയ്യപ്പ സംഗമവും ചർച്ചകളൊക്കെ തന്നെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായിയും എം.വി. ഗോവിന്ദനും CPM നിലപാടുകളൊക്കെ വ്യക്തമാക്കുമ്പോൾ ഇതിലൊരു അടിമയുണ്ട്. ചേട്ടനെ ഞാൻ ഉദ്ദേശിച്ചത് ആരെയാന്ന് മനസ്സിലായിട്ടുണ്ടാവും. അവിടെയും രാഷ്ട്രീയം കുത്തിക്കലക്കലും വർഗീയവാദികളും ഉണ്ടാക്കലൊക്കെയാണ് CPMന്റെ പ്രധാന ജോലി എന്ന് പറയുന്നത്. ഇപ്പൊ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുകയാണ് UDFകാരൊന്നും വരണമെന്നില്ല എന്നുള്ളത്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ ഇരിക്കുന്ന UDFന് വലിയ അധികാരമില്ല, അല്ലെങ്കിൽ നിങ്ങൾ ആരാ എന്നുള്ള ചോദ്യമാണ് ശരിക്കും വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത്. അപ്പം അത് പിണറായിയുടെ ഒത്താശ കൊണ്ടല്ലേ ഇത്ര ധൈര്യത്തിൽ ഇങ്ങനെ പറയുന്നത്? ഒരു പ്രസ്ഥാനത്തെ വെല്ലുവിളിക്കുകയല്ലേ ചെയ്യുന്നത്? നീര, ഇതിനകത്ത് നീര ഇപ്പൊ ഈ ചോദിച്ചതുപോലെ ഈ വെള്ളാപ്പള്ളി നടേശന് ഇത് പറയാൻ എന്ത് യോഗ്യത എന്ന് കേരള സമൂഹത്തിൽ ഈ വിഷയത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ചില പ്രമുഖ വ്യക്തികളൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോ പറഞ്ഞതാണ്. വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളിക്ക് എന്ത് യോഗ്യതയാണ് ഈ വിഷയത്തിൽ ശബ്ദിക്കാൻ എന്നാണ് അവർ ചോദിച്ചത്. ശബ്ദിക്കാമായിരുന്നെങ്കിൽ ഞാൻ പറയട്ടെ, ഇപ്പൊ നവോത്ഥാനം പ്രഖ്യാപിച്ച സ്ത്രീകളെയൊക്കെ കയറ്റിയപ്പോ ഇവരൊക്കെ എവിടെയായിരുന്നു? എന്തുകൊണ്ട് അന്നൊന്നും ഇത്തരത്തിൽ വിമർശിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല എന്നതും ചോദ്യമാണ്. അല്ല, തീർച്ചയായിട്ടും അതില് വെള്ളാപ്പള്ളി നടേശൻ മനസ്സിലാക്കാനുള്ളത്, അന്ന് ഇത്തരത്തിൽ ശബരിമലയിലെ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ പുറപ്പെടുമ്പോൾ UDFന്റെ സ്റ്റാൻഡ് തികച്ചും നിഷ്പക്ഷമായ ഒരു സ്റ്റാൻഡായിരുന്നു. അത് എന്നും നമ്മൾ അതില് നമുക്ക് അവരെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അന്ന് UDF യാതൊരു വിധത്തിലുള്ള ഒരു മറ്റു തരത്തിലുള്ള ഒരു പ്രകോപനം ഉണ്ടാക്കത്തക്ക രീതിയിലൊന്നും UDF പ്രവർത്തിച്ചിട്ടില്ല. അപ്പൊ ഇവിടുത്തെ ഈ ഒരു അജണ്ട ഇത് CPMന് അയ്യപ്പനോടുള്ള സ്നേഹമാണ് എന്ന് നമുക്കിതിനെ ധരിക്കാൻ കഴിയില്ല. ഇതിന്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ സംസാരിക്കുന്ന ഒരുപാട് പ്രമുഖ വ്യക്തികളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, CPMന് നാളിതുവരെ ഇല്ലാത്ത രീതിയിൽ RSSനെ ഒരു പ്രീണനം, അതായത് CPMന്റെ സ്വത്വം അവർക്ക് അവരുടേതായ ഒരു സ്വത്വം ഉണ്ടെങ്കിൽ ആ സ്വത്വം പണയപ്പെടുത്തുന്ന രീതിയിൽ RSSകാരെ കേന്ദ്രത്തിൽ ഭരിക്കുന്ന നരേന്ദ്രമോദിയെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവാണ് ഈ കാണുന്നത് എന്ന് പറയുന്ന ഒരു പക്ഷം ആൾക്കാര് ഇടതുപക്ഷത്തിനെ അറിയുന്ന ഇടതുപക്ഷ ബുദ്ധി കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. അതായത് CJPയുടെ തീരുമാനമാണ് ഈ സംഗമം എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയാം. അതെ, കറക്റ്റ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ ഇത് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ വെള്ളാപ്പള്ളി നടേശൻ CPM അനുഭാവവും മകനും ഭാര്യയും BJP അനുഭാവവുമാണ്. അതാണ് ഇതിനകത്തുള്ള സത്യം. അപ്പോ ഇതൊരു CJP ഉണ്ടാക്കി എടുത്ത ഒരു അവരുടെ ഒരു അജണ്ടയാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം ഒന്ന്, പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് അദ്ദേഹത്തിന്റേതായ കുറെ ഇപ്പൊ അദ്ദേഹത്തിന് ഇവരുടെ കൂടെ ആരുടെ കൂടെ CPMന് കൂടെ ഉള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരിൽ ഉള്ള നിരവധി കേസുകളും മറ്റു കാര്യങ്ങളുമൊക്കെ CPM ഭരണത്തിരിക്കുമ്പോൾ തന്നെ ദ്രോഹിക്കരുത് എന്ന് പറയാനും, രണ്ട്, പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ സമുദായം നിങ്ങൾ വോട്ട് ചെയ്യും എന്ന് കാണിക്കാനും കൂടി വേണ്ടിയുള്ള ഒരു അളവാണ്. ഇവിടെ NSSന്റെ ഒരു തീരുമാനം നേരത്തെ പുറത്തു വന്നിരുന്നു. NSS പറഞ്ഞിരുന്നു ഞങ്ങളും ഈ ആഗോള അയ്യപ്പ സംഗമത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് NSSും പറഞ്ഞിട്ടുണ്ടായിരുന്നു. NSS അത് അങ്ങനെ പറയുമ്പോഴത്തേക്ക് NSS പറയുന്നതിൽ ഒരു എന്തോ പറയാ, അവർക്കും അവരുടേതായ ഒരു രാഷ്ട്രീയം ഇതിനകത്തുണ്ട്. ഇത് അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ട് ആണ് എന്ന് ധരിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം വോട്ട് കിട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യം, അതായത് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് കിട്ടുക എന്നതിനേക്കാൾ ഉപരി RSS BJP അവരുടെയൊക്കെ ഒരു പ്രീണനം കൂടെ CPMന് കിട്ടാനും കൂടി വേണ്ടി, പിണറായി വിജയന് കിട്ടാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു അടവ് നയമാണ്. രണ്ടാമത്, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, പിന്നെ ഈ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ആയിട്ടുള്ള പ്രശാന്ത് KPCC ഓഫീസിൽ പ്രതിപക്ഷ നേതാവിന് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് പറയുന്ന കത്ത് നൽകാനായി ചെന്നപ്പോ പ്രശാന്തിന്റെ കത്ത് അദ്ദേഹം സ്വീകരിച്ചില്ല, അവിടെ ഓഫീസിൽ കൊടുത്തേക്കാൻ പറഞ്ഞു എന്നും നേരിട്ട് കാണാൻ അനുവാദം കൊടുത്തില്ല എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. അതായത് UDFന്റെ ഒരു വ്യക്തമായ തീരുമാനം എന്ന് പറയും ഇതിനെ അനുകൂലിച്ചുകൊണ്ടല്ല എന്നുള്ളതല്ലേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതിനകത്ത് ഒന്ന്, RSS പ്രീണനം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ നിരവധി വിഷയങ്ങൾ ഇത്തരത്തിൽ RSSനെ രക്ഷിക്കാൻ, ഇപ്പൊ സുരേഷ് ഗോപിയുടെ സീറ്റ് തന്നെ ഇവിടെ കിട്ടിയത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, സുരേഷ് ഗോപിക്ക് ലോക്സഭയിൽ ആ സീറ്റ് തരപ്പെടുത്തി കൊടുക്കുന്നതിൽ CPMന് നിർണായകമായ പങ്കുണ്ട്. ഈ കള്ളവോട്ട് രാഷ്ട്രീയം പോലും CPM ഇവിടെ നടപ്പാക്കിയിരുന്ന പദ്ധതികളാണ്. അത്
ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഭരണത്തിലിരിക്കുന്ന പാർട്ടി CPM ആണ്. CPM-ന്റെ ഉദ്യോഗസ്ഥരാണ് ഡെപ്യൂട്ടേഷനിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജോലി ചെയ്യുന്നത്. അവർക്ക് എന്തുകൊണ്ട് ഈ കള്ളവോട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല? 2 പൂരം കലക്കിയത് ആരാ? സുരേഷ് ഗോപി അവിടെ കൊണ്ട് എത്തിച്ചു. പൂരം കലക്കി അവരുടെ സ്വന്തം സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനെ, LDF-ലെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനെ തോൽപ്പിക്കുന്നതിന് കണ്ടുവലിച്ചതാരാ? CPM ആണ്. അജിത് കുമാറിനെ സംരക്ഷിച്ച് നിർത്തിയ എന്തിനാണ്? സർക്കാരിനും കേന്ദ്രത്തിൽ BJP-ക്കും RSS-നും ഇടയിലുള്ള ഒരു ചാലകമാണ് അദ്ദേഹം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ മീര പറഞ്ഞതുപോലെ തന്നെ BJP, RSS, അതായത് CJP-യുടെ ഒരു ഉദ്യമമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് തന്നെ നമുക്ക് ഇതിനെ കുറിച്ച് പറയാൻ കഴിയും. അതായത് പല പാർട്ടികളും മതവും വിശ്വാസങ്ങളും ഉന്നയിച്ചുകൊണ്ട് പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കുമ്പോൾ CPM-ഉം ഭൂരിപക്ഷമുള്ള ഒരു വിശ്വാസത്തിലേക്ക് മാറുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് CJP സഖ്യം വരുന്നു, അതിനോടൊപ്പം തന്നെ CPM-ഉം BJP-യോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ചുരുക്കി പറയുന്നത്. സത്യത്തിൽ ഇവർ വിശ്വാസത്തെ കൂട്ടുപിടിക്കുന്നു. ഈ വർഗീയവാദി എന്ന് പറയുന്നത് ആരെയാണ് എന്നും MV ഗോവിന്ദൻ പറഞ്ഞത് ആരെയാണ് എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത്. വെള്ളാപ്പള്ളിയിൽ കൂടെ പുറത്തു വരുമ്പോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. വെള്ളാപ്പള്ളിയുടെ ആ ഭാഷ വളരെ മോശമായ ഭാഷയായിരുന്നു. UDF-ന് എന്ത് കാര്യം? UDF-നകത്ത് ലീഗ് ഉണ്ടല്ലോ, മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, മുസ്ലിം സമുദായം ഉണ്ടല്ലോ എന്നൊക്കെ വെള്ളാപ്പള്ളി ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളിയോട് തിരിച്ച് നമ്മൾ ചോദിക്കാനുള്ള അദ്ദേഹം ഒരു കള്ളു മുതലാളിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് മദ്യ ശാലകളും അതും ഇതുമൊക്കെ അമ്പലങ്ങളെ പോലെയല്ല. നമ്മൾ രണ്ടുപേരും ഹിന്ദുമതം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആചരിച്ചു വരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് ഞാൻ പറയുകയാണ്. അയ്യപ്പസ്വാമിയുടെ അടുത്തേക്ക് മതമോ ജാതിയോ ഒന്നും പ്രശ്നമല്ലാതെ പറയുമ്പോൾ അയ്യപ്പന്റെ ജാതിയും മതവും ഇല്ല. അത് വെള്ളാപ്പള്ളി മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ അയ്യപ്പന്റെ സങ്കല്പത്തിൽ അയ്യപ്പൻ വാവരി സ്വാമിയുടെ സുഹൃത്താണ്. അത് വെള്ളാപ്പള്ളി എന്ന് പറയുന്ന സമുദായിക നേതാവ് മറന്നുപോയോ? അതുമല്ല, എടുത്തൊരു ജാതിയെ പറയുക അത് തെറ്റാണ് എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. അതായത് ഒരിക്കലും വെള്ളാപ്പള്ളി അങ്ങനെ പറയരുതായിരുന്നു. UDF-ൽ മുസ്ലിം ലീഗ് ഉള്ളതല്ലേ, അങ്ങനെ ഒരു വാക്ക് വെള്ളാപ്പള്ളി പറഞ്ഞത് തെറ്റാണ്. അതാണ് ചേട്ടാ നമ്മുടെ ഒരു വിശ്വാസം. അല്ലെങ്കിൽ അവിടെ എത്തുന്ന ആളുകളിൽ മതമോ ജാതിയോ ഒന്നും പ്രശ്നമല്ല, നിറമോ വർണ്ണം ഒന്നും പ്രശ്നമല്ലാതെ വ്രതമെടുത്താണ് പല നാടുകളിൽ നിന്ന് പോലും ആളുകൾ എത്തിത്തൊഴുന്ന ഒരു പൈതൃകമുള്ള ഒരു നാടാണത്, അല്ലെങ്കിൽ ഒരു അമ്പലമാണത്. അതിന് അങ്ങനെയാണ് ശരിക്കും ശബരിമലയെ കാണേണ്ടതും. അത് ആ രീതിയിൽ വിശ്വസിക്കാത്ത ആളുകൾ നടത്തുന്ന ഒരു സംഗമമാണോ ഇത് എന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യം എത്തിച്ചിട്ടുണ്ട് എന്തായാലും വെള്ളാപ്പള്ളി. തീർച്ചയായിട്ടും വെള്ളാപ്പള്ളിയുടെ ആ സ്റ്റേറ്റ്മെന്റ് അത്ര നല്ലതല്ല